PK ലേണിംഗ്സിന്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. കേരള ജോഗ്രഫിയിൽ 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് 5ാമത്തെ എപ്പിസോഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതികൾ, ഡാംസ്, അങ്ങനെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. 15 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? തനിമയും കൃതികയും. ഇതെന്ന് പറയുന്നത് കോമൺ പ്രിലിമിനറി, അതായത് ഒരു 10th ലെവൽ SSLC ലെവലിൻ്റെ ഒരു കോമൺ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിരിക്കുന്നതാണ് തനിമയും കൃതികയും. ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ബി, കൈത്തറിയാണ്. ആൻസർ ബി, കൈത്തറി. കേരളത്തിലെ പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു പാരമ്പര്യ വ്യവസായമാണ് ഏതെന്ന് പറയുന്നത്? കൈത്തറി, ഹാൻഡ്ലൂം എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ എവിടെയാണെന്നുള്ളത് ഇപ്പം നമുക്കറിയാം. ഇപ്പം നമ്മൾ പലരും പറയാറുണ്ട് ബാലരാമപുരം സെറ്റുമുണ്ട്, കൂത്താമ്പള്ളി സെറ്റുമുണ്ട്, ചേന്ദമംഗലം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഇതെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങളാണ്. ബാലരാമപുരം തിരുവനന്തപുരം, കൂത്താമ്പള്ളി തൃശ്ശൂർ, ചേന്ദമംഗലം എറണാകുളം. ഈ സ്ഥലങ്ങളെല്ലാം പ്രധാനപ്പെട്ട കൈത്തറി കേന്ദ്രങ്ങളാണ്. ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകളുള്ള ജില്ലയാണ് കണ്ണൂർ. അപ്പോൾ കണ്ണൂരിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയും അല്ലെ, തറികളുടെയും തിറകളുടെയും നാട്, തെയ്യത്തിൻ്റെ നാടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ കൈത്തറിയുടെ നാടാണ് ഏതെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. അത് നന്നായിട്ട് നോക്കി വെച്ചിരിക്കുക, ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങൾ, അപ്പോൾ ഈ ഇതും കൂടെ തിരിഞ്ഞു പോകരുത്. ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകൾ ഉള്ളത് കണ്ണൂരാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങൾ, കോപ്പറേറ്റീവ് സംഘങ്ങൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ വ്യവസായത്തിൽ കേരളത്തിലുള്ള മൊത്തം തറികളിൽ 84% സഹകരണ മേഖലയിലാണ്. ആയതിനാൽ തന്നെ സഹകരണ മേഖലയ്ക്കാണ് ഈ പരമ്പരാഗത വ്യവസായത്തിൽ കൂടുതൽ പ്രാമുഖ്യം എന്ന് പറയാം. കാരണം 84% സഹകരണ മേഖലയിലാണ് ഇതുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, അല്ലെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഇതിലേതാണ് എന്നുള്ളതാണ്. വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്, നീണ്ടകര, അഴീക്കൽ. നമുക്കറിയാം ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് നീണ്ടകര, കൊല്ലം ജില്ലയിലെ നീണ്ടകരയാണ്. 1953 കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് നീണ്ടകര കേന്ദ്രമായാണ് ഇത് പ്രഖ്യാപിച്ച് ഈ പദ്ധതി വന്നിരിക്കുന്നത്. പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ ആധുനികവൽക്കരിക്കുക, യന്ത്രവൽക്കരണ ബോട്ട്, നെയ്ത്തുകാർക്ക് മത്സ്യത്തൊഴിലാളികളെ പരിചയപ്പെടുക, ശീതീകരണ സംവിധാനങ്ങൾ ഒരുക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ്, അല്ലെ, അത് 1953 കൊല്ലം ജില്ലയിലെ നീണ്ടകരയാണ്. ഓപ്ഷൻ സി ആണ് അല്ല ആൻസർ ആയിട്ട് വരിക. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിലമ്പൂർ, വാളയാർ, ഓപ്ഷൻ സി കുണ്ടറ, ഡി ചവറ. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ഓപ്ഷൻ എ, നിലമ്പൂർ ആണ് എന്ന്. ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ്. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപത്തിന് ഏറ്റവും പ്രസിദ്ധമായ സ്ഥലമാണ് നിലമ്പൂർ. ഇവിടുത്തെ ചാലിയാർ പുഴയിലെ മണൽത്തരികളിൽ സ്വർണ്ണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ചാലിയാർ പുഴയിലെ മണൽത്തരികളിലാണ് സ്വർണത്തിന്റെ സാന്നിധ്യം പ്രസൻസ് കണ്ടെത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. നമുക്കറിയാം വാളയാർ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ചുണ്ണാമ്പ് കല്ല്, ലൈംസ്റ്റോൺ, അതിന്റെ ഡിപ്പോസിഷനിലാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരിക്കുന്നത്, അല്ലെ, വാളയാർ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ വാളയാർ. കുണ്ടറ എന്ന് പറയുന്നത് സെറാമിക്സ് ആണ്, അതായത് ചൈന ക്ലേ നിക്ഷേപത്തിന് പ്രസിദ്ധമാണ്. കേരള സെറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കുണ്ടറയാണ്. ചവറ എന്ന് പറയുന്നത് നമ്മുടെ കരിമണൽ അഥവാ ഇൽമനൈറ്റ് നിക്ഷേപണത്തിന് പ്രശസ്തമാണ് എന്ന് പറയുന്നത് ചവറ, കൊല്ലം ജില്ലയിലെ ചവറ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ആ ഓപ്ഷൻസിലുള്ള ഓരോ സ്ഥലങ്ങളുടെയും എന്താണ് അതിൻ്റെ അവിടെയുള്ള ഡിപ്പോസിഷൻ, അല്ലെ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പോസിഷൻ ഏതാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ, മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. വീവർ എന്നൊക്കെ പറയുമ്പോൾ, വീവിംഗ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലെ, അത് ഏതായിരിക്കും? കൈത്തറി. ഓപ്ഷൻ ഡി കൈത്തറിയാണ്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടിൽ വ്യവസായം ഏത് എന്നുള്ളതാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും കൈത്തറി മേഖലയുമായി ദീർഘകാലമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പരമ്പരാഗത ഉൽപാദന രീതിയാണ് മാസ്റ്റർ വീവർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ സമ്പ്രദായത്തിൽ ആരാണ് ഈ മാസ്റ്റർ വീവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാസ്റ്റർ വീവർ
വീവർ എന്നതൊരു സംരംഭകൻ, അതായത് ഒരു എന്റർപ്രണറോ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനോ ആയിട്ടൊക്കെ ഇന്റർമീഡിയറ്റ് ആയിട്ടൊക്കെ ഒരു പ്രവർത്തിക്കുന്ന ആളായിരിക്കും മാസ്റ്റർ വീവർ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും കൈത്തറി മേഖലയിൽ ദീർഘകാലമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പരമ്പരാഗത ഉൽപാദന രീതിയാണ് മാസ്റ്റർ വീവർ പദ്ധതി എന്ന് പറയുന്നത്. മാസ്റ്റർ വീവർ എന്ന് പറയുന്ന പദ്ധതി എന്നുമായി ബന്ധപ്പെട്ടതെന്ന് നമ്മൾ നോക്കി. ഇദ്ദേഹം നെയ്ത്തുകാർക്ക് ആവശ്യമായിട്ടുള്ള നൂല്, ചായങ്ങൾ, ഡിസൈനുകൾ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് മുൻകൂറായിട്ട് കൊടുക്കും. നെയ്ത്തുകാർ തങ്ങളുടെ വീടുകളിലോ ചെറിയ ഷെഡുകളിലോ ഇരുന്ന് തുണി നെയ്യുകയും പകരം നിശ്ചിത കൂലി മാസ്റ്റർ വീവറിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്യുന്നു. ഉൽപ്പന്നം പൂർത്തിയായാൽ അത് വിപണിയിൽ എത്തിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതും ആരാണ്? ഈ മാസ്റ്റർ വീവർ തന്നെയാണ്. അപ്പം മാസ്റ്റർ വീവർ റോ മെറ്റീരിയൽസ് എല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്ത്തുകാർ അവരുടെ ചെറിയ ഷെഡുകൾ അല്ലെങ്കിൽ ചെറിയതായിട്ടുള്ള അവരുടെ പണിസ്ഥലത്തിരുന്ന് ഇത് ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് ആരെയിൽ നിന്ന് വാങ്ങുന്നുണ്ട്? ഈ മാസ്റ്റർ വീവറിൻ്റെ നിന്ന് വാങ്ങുന്നുണ്ട്. ഈ മാസ്റ്റർ വീവർ ഈ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഈ ഗുഡ്സിനെയും കൊണ്ട് പോയിട്ട് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. ആ മാസ്റ്റർ വീവർ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം. ഓപ്ഷൻ എ കശുവണ്ടി, ബി റബ്ബർ, സി കുരുമുളക്, ഓപ്ഷൻ ഡി കയറാണ് തന്നിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം എന്ന് പറയുന്നത് കയർ. ഓപ്ഷൻ ഡി കയറാണ്. ഓപ്ഷൻ ഡി കയർ. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയറാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ കയർ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളം തന്നെയാണ്. നമ്മുടെ കേരളമാണ് കയർ ഉൽപ്പന്നത്തിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയർ വ്യവസായത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, കയർ വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലുമാണ്. അതാണ് ആലപ്പുഴ ജില്ലയിൽ. ഇനി നമുക്കറിയാം കയർ ഗ്രാമം എന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ കയർ ഗ്രാമമായി അറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ വയലാറാണ്. അതും പലതവണ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ദാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറാസ് മെയിൽ സ്ഥാപിതമായിരിക്കുന്നത് ഓപ്ഷൻ എ ഡി 1800, ഓപ്ഷൻ ബി എ ഡി 1859, ഓപ്ഷൻ സി എ ഡി 1850, ഓപ്ഷൻ ഡി എ ഡി 1900. ഇതിൽ ആൻസർ ബി ആണ്. എ ഡി 1859 ദാറാസ് മെയിൽ എന്ന് പറയുന്ന ഇത് ഫോം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി 1859 ജെയിംസ് ദാറയും ഹെൻറി സ്മെയിലും, അതാണ് ദാറാസ് മെയിൽ ഇല്ലേ. ഈ ദാറയും ഈ സ്മെയിലും കൂടി ചേർത്തിട്ടാണ് ദാറാസ് മെയിൽ എന്ന് പറയുന്നത്. ജെയിംസ് ദാറയും ഹെൻറി സ്മെയിൽ എന്നിവർ ചേർന്ന് ആലപ്പുഴ ജില്ലയിലാണ് ദാറാസ് മെയിൽ എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചത് 1859. ഇനി എനർജി സോഴ്സസുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പ്ലാന്റ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പ്ലാന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ചീമേനി, ഓപ്ഷൻ ബി ബ്രഹ്മപുരം, ഓപ്ഷൻ സി കായംകുളം, ഓപ്ഷൻ ഡി അല്ല. ഇതിൽ KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പ്ലാന്റ് എന്ന് പറയുന്നത് ഏതാണ്? ബ്രഹ്മപുരമാണ്. ഏതാണ്? ബ്രഹ്മപുരം. അപ്പോൾ ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 106.6 മെഗാവാട്ട് ശേഷിയാണ് ഇതിനുള്ളത്. അപ്പോൾ KCBയുടെ കീഴിലുള്ള ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റാണ് 1997 പ്രവർത്തനം ആരംഭിച്ചത്. ഇനി ബ്രഹ്മപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേരളത്തിലുള്ള ഒരു ഡീസൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ലളമാണ്. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നല്ലളം KCBയുടെ രണ്ടാമത്തെ വലിയ ഡീസൽ പ്ലാന്റ് ആണ്. ഇതിന് 96 മെഗാവാട്ടാണ്. എത്രയാണ്? 96 മെഗാവാട്ടാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. കായംകുളം എന്ന് പറയുന്നത് നമുക്ക് NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള താപനില, അതിന്റെ തെർമൽ പവർ പ്ലാന്റ് ആണ് കായംകുളം എന്ന് പറയുന്നത്. ഇവിടെ കായംകുളം രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും ഇവിടെ നാഫ്തയാണ് ഇതിന് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രഹ്മപുരം, നല്ലളം, കായംകുളത്തൊരു തെർമൽ പവർ പ്ലാന്റ്, അവിടെ ഡീസൽ പവർ പ്ലാന്റ് അല്ല എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് എന്നുള്ളത്. അപ്പോൾ 1940 ആദ്യമായിട്ട് വന്ന പദ്ധതി അത് പള്ളിവാസൽ പദ്ധതിയാണല്ലേ. ഓപ്ഷൻ എ ചാലിയാർ, ഓപ്ഷൻ ബി ചാലക്കുടിപ്പുഴ, ഓപ്ഷൻ സി മുതിരപ്പുഴ, ഓപ്ഷൻ ഡി പമ്പ. ഇതിൽ ഓപ്ഷൻ സി മുതിരപ്പുഴയാണ് ആൻസർ എന്ന് പറയുന്നത്. ഒരുപാട് തവണ അല്ലെ PYQ ഏതെടുത്താലും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പള്ളിവാസൽ പദ്ധതി. 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ സമയകാലത്താണ്. ഇടുക്കി ജില്ലയിൽ പെരിയാറിന്റെ പോഷക നദി, പെരിയാറിന്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള മുതിരപ്പുഴയിലാണ് ഈ ഒരു പദ്ധതി സ്ഥാപിച്ചത്. വർഷം ഓർക്കുക. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി വർഷം 1940 മുതിരപ്പുഴയിലാണ്. പെരിയാറിന്റെ ട്രിബ്യൂട്ടറിയാണ്. ചിത്തിര തിരുനാളിന്റെ സമയത്താണെന്നുള്ളതും ഓർത്തു വെച്ചിരിക്കുക.
ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് കുറ്റ്യാടി ജലവൈദ്യുതി പദ്ധതി ആരംഭിച്ച വർഷം. അപ്പോൾ ഈ ജലവൈദ്യുത പദ്ധതികളൊക്കെ ആരംഭിച്ച വർഷം ഒന്ന് നന്നായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. ഇതിലിപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1972, ഓപ്ഷൻ ബി 1976, ഓപ്ഷൻ സി 1970, ഓപ്ഷൻ ഡി 1984. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1972 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. മലബാർ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഈ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ കക്കയം എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലെ കക്കയം. അപ്പൊ ഇതിൽ നമുക്ക് ഇടുക്കി, ശബരിഗിരി എന്നിവ കഴിഞ്ഞാൽ കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കിയും ശബരിഗിരിയും കഴിഞ്ഞാൽ. അപ്പൊ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന ഡാം എന്ന് പറയുന്നത് കക്കയം ഡാം തന്നെയാണ്. ഇത് കക്കയം എന്ന പ്രദേശത്തുള്ള കക്കയം ഡാം തന്നെയാണ് ഇതിലെ പ്രധാന ഡാം എന്ന് പറയുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള മീൻവല്ലം പദ്ധതി ഏത് നദിയിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീൻവല്ലം പദ്ധതി, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജനപങ്കാളിത്തത്തോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ എ കുന്തിപ്പുഴ, ഓപ്ഷൻ ബി ഗായത്രിപ്പുഴ, ഓപ്ഷൻ സി തൂതപ്പുഴ, ഓപ്ഷൻ ഡി ചാലക്കുടി പുഴയാണ്. ഇതും ഒരു 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രിലിമിനറി എക്സാമിനെന്നല്ല, മെയിൻസ് എക്സാമിനായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതികളും ഡാമും അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റുകളും എല്ലാം നന്നായിട്ട് നോക്കി വെച്ചിരിക്കുക. അപ്പം ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യം മിനി ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള മീൻവല്ലം ഏത് നദിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി തൂതപ്പുഴയിലാണ്. ഓപ്ഷൻ സി തൂതപ്പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദിയായ തൂതപ്പുഴയുടെ കൈവഴിയായ തുപ്പനാട് പുഴയിലാണ് ഈ ഒരു പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കരിമ്പ ഗ്രാമപഞ്ചായത്തിലെ മീൻവല്ലം വെള്ളച്ചാട്ടത്തിന് സമീപമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മീൻവല്ലം വെള്ളച്ചാട്ടത്തിന് സമീപം, കരിമ്പ ഗ്രാമപഞ്ചായത്തിലെ മീൻവല്ലം വെള്ളച്ചാട്ടത്തിന് സമീപമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഒരുപാട് തവണ PYQ അല്ലെ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി ഓപ്ഷൻ എ 740 മെഗാവാട്ട്, ഓപ്ഷൻ ബി 750 മെഗാവാട്ട്, ഓപ്ഷൻ സി 800 മെഗാവാട്ട്, ഓപ്ഷൻ ഡി 780 മെഗാവാട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. 780 സ്ഥാപിത ശേഷി എത്രയാണ്? ഇടുക്കിയുടെ 780 മെഗാവാട്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഇതിൽ 130 മെഗാവാട്ട് ശേഷിയുള്ള 6 ജനറേറ്ററുകളാണ് ഇവിടെയുള്ള. ഇതിലൂടെ ആകെ 780 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നിലവിൽ വന്നത് എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1975 ഒക്ടോബർ 4 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഈ ഒരു പദ്ധതി സമർപ്പിച്ചത്. ഈ പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാനഡയാണ്. പദ്ധതിയുടെ പവർ സ്റ്റേഷൻ ഇടുക്കിയിലെ മൂലമറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ അണ്ടർഗ്രൗണ്ട് വൈദ്യുതി നിലയമാണ് ഇതെന്ന് പറയുന്നത് പവർ സ്റ്റേഷൻ. അതായത് പദ്ധതിയുടെ പവർ സ്റ്റേഷൻ ആയിട്ടുള്ള മൂലമറ്റം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് വൈദ്യുതി നിലയമാണ് മൂലമറ്റം. അപ്പോൾ ഈ പദ്ധതി നിർമ്മിക്കാൻ സഹായിച്ച രാജ്യം അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാനഡയാണ്. അതും ഓർത്ത് വെച്ചിരിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ള ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ എ കക്കാട്, ഓപ്ഷൻ ബി മണിയാർ, ഓപ്ഷൻ സി കുറ്റ്യാടി, ഓപ്ഷൻ ഡി ഇടുക്കി. ഇതും നമ്മുടെ ഒരു 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണിയാർ, പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ്. ഇത് അതായത് പമ്പാ നദിയുടെ പോഷക നദിയായ കക്കാട്ടാറിനാണ് ഇത് കുറുകെയാണ് ഈ ഒരു പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ്. നമുക്കറിയാം മണി ഉണ്ടെങ്കിൽ അല്ലെ പ്രൈവറ്റ് ആയിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ അല്ലെ സർക്കാരിൻ്റെ ചിലവിലാണ് സർക്കാർ ഓരോന്ന് ചെയ്യുന്നത്. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് മണി അല്ലെ പൈസ വേണം. അപ്പം മണിയാർ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്കടുത്തുള്ള മണിയാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പമ്പാ നദിയുടെ പോഷക നദിയായ കക്കാട്ടിന് കുറുകെയാണ് ഈ പദ്ധതിയുടെ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മണിയാർ ഓർത്ത് വെച്ചിരിക്കുക. ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി 1994 പ്രവർത്തനം ആരംഭിച്ച ഈ പദ്ധതിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് CUMI കാർബറണ്ടൽ യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിക്കാണ്. അപ്പോൾ സ്വകാര്യമായിട്ടുള്ള പദ്ധതിയാണ് അത് അല്ലെ മണിയാർ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്.
നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. KCB സ്ഥാപിതമായിട്ടുള്ള വർഷം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. KCB സ്ഥാപിതമായിട്ടുള്ള വർഷം ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1957 മാർച്ച് 31, 1980 ഏപ്രിൽ 31, 1975 മാർച്ച് 31, 1985 മാർച്ച് 31. 1957 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെ KCB എന്ന് പറയുന്ന ഇത് ഫോം ചെയ്തത്. അത് മാർച്ച് 31 KCB 1957 മാർച്ച് 31. കേരളത്തിലെ വൈദ്യുതി, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. കേരളത്തിലെ വൈദ്യുതി ഉൽപാദനം, പ്രസരണം, വിതരണം എന്നിവ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. 1957 മാർച്ച് 31. ഇതിന്റെ ആസ്ഥാനം, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി ഭവനം, പട്ടം, തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ KP ശ്രീധരൻ നായരാണ്. 2011 മുതൽ ഇതിന് എന്താണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KCB ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനിയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. 2011 മുതൽ, അതും ഓർത്ത് വെച്ചിരിക്കുക, 2011 മുതൽ. നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കല്ലട, പേപ്പാറ, മലമ്പുഴ, പള്ളിവാസൽ കേരളത്തിലെ ചില ജലവൈദ്യുത പദ്ധതികളാണ് ഇവ. ഇവയിൽ ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്നും ഓഡ് വൺ എന്നൊക്കെ പറയത്തില്ലേ, മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തപ്പെട്ടാണ് ഇരിക്കുന്നത്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കല്ലട, പേപ്പാറ, മലമ്പുഴ, പള്ളിവാസൽ, ഇതിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് പള്ളിവാസൽ, അതായത് ഓപ്ഷൻ സി 4ാമത്തെ ഇത് വരുന്ന പള്ളിവാസലാണ് ആൻസർ. എന്തുകൊണ്ടാണ് ആ ആൻസർ വന്നത് എന്നുള്ളത് നമുക്ക് എക്സ്പ്ലനേഷനിൽ നോക്കാം. പള്ളിവാസൽ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. 1940 മുതിരപ്പുഴയിലാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊരു പ്രധാന മേജർ ആയിട്ടുള്ള ജലവൈദ്യുത പദ്ധതിയാണ്. അങ്ങനെ കണക്കാം. അപ്പോൾ ഇടുക്കി ജില്ലയിൽ മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ മറ്റ് പദ്ധതികളാണെങ്കിൽ കല്ലട, മലമ്പുഴ, പേപ്പാറ ഇവയ്ക്കെല്ലാം കേരളത്തിലെ ചെറുകിട സ്മോൾ അല്ലെങ്കിൽ മിനി ജലവൈദ്യുത പദ്ധതികളാണ്. ഇപ്പോൾ പലപ്പോഴും അതത് അണക്കെട്ടുകളിൽ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കിക്കാം. പള്ളിവാസൽ ഒരു പ്രധാന പദ്ധതിയാണ്. ബാക്കി ഈ 3 കല്ലട, മലമ്പുഴ, പേപ്പാർ എന്താണ് ചെറുകിട പദ്ധതികൾ. പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി 1940. നമുക്കറിയാം കല്ലട എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ തെന്മല അണക്കെട്ടിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കല്ലട എന്നൊരു ഇറിഗേഷൻ പ്രോജക്റ്റും കൂടിയാണ്. മലമ്പുഴ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴ അണക്കെട്ടുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പേപ്പാറയാണെങ്കിലോ തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാർ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ്. പള്ളിവാസൽ ഒരു പ്രധാന പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ളവയിൽ നിന്നും ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, വ്യത്യസ്ത ഓഡ് വൺ ഔട്ട് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ താഴെ കൊടുത്തിട്ട് തന്ന ടേബിളിൽ KCBയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ശബരി, ആദ്യത്തേത് ശബരിഗിരി, 2ാമത്തേത് കുറ്റ്യാടി, 3ാമത്തേത് ഇടമലയാറ്, 4ാമത്തേത് പെരിങ്ങൽകുത്ത്. ഇതിൽ ഏതൊക്കെയാണ് KCBയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുതി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി എല്ലാം വരുന്നുണ്ട് കേട്ടോ. 4 വൈദ്യുത പദ്ധതികളും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 2011 ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ടുള്ള KCB ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതികളാണ്. ഇവയെല്ലാം ശബരിഗിരി പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിക്കിലാണ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ 2ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. കുറ്റ്യാടി നമ്മൾ നേരത്തെ പറഞ്ഞു, കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി പുഴയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മലബാർ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണെന്നുള്ളത് നമ്മൾ നോക്കി. ഇനി ഇടമലയാർ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള ഇടമലയാറിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്, ഇടമലയാർ എന്ന് പറയുന്ന ആ ഒരു പോഷക നദിയിലാണ് ഇടമലയാർ ഈ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. പെരിങ്ങൽകൂത്ത് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പെരിങ്ങൽകൂത്ത് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം KCBയുടെ കീഴിലുള്ള പ്രോജക്റ്റുകളാണ്. അപ്പം നമ്മൾ ഈ ഒരു ഇത് പഠിക്കുമ്പോൾ 2020 ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇറിഗേഷൻ പ്രോജക്റ്റുകൾ, പിന്നെ ഡാം, റിവേഴ്സ് ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. കേരളത്തിൽ കുറച്ച് റിവേഴ്സും വളരെ കുറച്ച് ട്രിബ്യൂട്ടറീസും കുറച്ച് ഡാമും കുറച്ച് പ്രോജക്റ്റുകളും ഒക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇപ്പം നമ്മൾ 2020 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും 2021 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഏരിയാസ് നന്നായിട്ട് നോക്കുക. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.